നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 വിഷുഫലത്തിൽ ഇന്ന് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട വരുന്ന നക്ഷത്രക്കാരുടെ ഫലം ഈ ഒരു വർഷക്കാലം അത്ര സുഖകരമല്ലാത്ത ഒരു ഫലമായിരിക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. ബന്ധുക്കൾ ശത്രുക്കളാവുക, സുഹൃത്തുക്കൾ മുഖാന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അത്തരം വിഷയങ്ങൾ മിക്കവാറും ഈ നക്ഷത്രക്കാർ നേരിടേണ്ടതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജോലിയിൽ ഒരു സ്ഥിരതയില്ലായ്മ, ജോലിയൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. അതേപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടെ ബിസിനസ്സുകാർ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം പാഴ്ചിലവുകൾ വർദ്ധിക്കാൻ ഇടവരും ഈ നക്ഷത്രക്കാർക്ക്. എന്നാൽ ഇതിൽ വരുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇതിന് മറ്റുള്ളവരെക്കാട്ടും കുറച്ചും കൂടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. എങ്കിൽ പോലും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് ചില പോരായികകൾ ഈ ഒരു സമയം, ഈ വർഷക്കാലത്തിൽ ഇടവിട്ട് ഗുണങ്ങളും ദോഷങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും വൃശ്ചികക്കൂറിൽ വരുന്ന. അതുപോലെ തന്നെ ആ പാഴ്ചിലവുകൾ വർദ്ധിക്കാൻ ഇടവരിക, അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുക, വരുമാനം കുറഞ്ഞിരിക്കുക, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നും പോയി കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പോലും ചിലർക്ക് കൂടുതൽ വരുമാന പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. എങ്കിൽ പോലും നമ്മുടെ ചിലവ് നിയന്ത്രിക്കാൻ കഴിയാതെ വരിക ഈ നക്ഷത്രക്കാർക്ക്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ വീട് വയ്ക്കാൻ ഒരു യോഗം കാണുന്നു, ഭവന നിർമ്മാണത്തിനുള്ള യോഗം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കാനും വാഹന സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധയോടെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാകുന്നു. ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ ബാധിക്കാൻ ഇടവരും. നിയമ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അവർ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ചില പരിഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ക്ഷേത്ര ദർശനം, ഇഷ്ടദേവതാ ഭജനം, ശിവക്ഷേത്ര ദർശനവും ശിവന് ധാര, കൂവളമാല, ശംഖാഭിഷേകം, മൃത്യുഞ്ജയ മന്ത്രാർച്ചന തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്തു പോയാൽ ജീവിതത്തിൽ ആ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുകയും ദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞു വരികയും എല്ലാം ഭംഗിയായി വരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ. ഈ ഒരു വർഷക്കാലം എല്ലാ ശുഭാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും.